രാത്രിയിൽ പാലക്കാട് അരുംകൊല. ഒറ്റപ്പാലം തോട്ടക്കരയിൽ ദമ്പതികളെ വെട്ടിക്കൊന്നു. നാലകത്ത് നസീർ, ഭാര്യ സുഹറ എന്നിവരാണ് മരിച്ചത്. വളർത്തുമകളുടെ 4 വയസ്സായ മകന് ഗുരുതരമായി പരിക്കേറ്റു. ബന്ധുവായ യുവാവിനെ കൈഞ്ഞരമ്പ് മുറിച്ച നിലയിൽ സമീപത്തു നിന്നും കണ്ടെത്തി. ഇക്ബാൽ അറക്കൽ ചേരുന്നു. ഇക്ബാൽ, വളരെ ദാരുണമായ സംഭവമാണ്. എന്താണ് സംഭവിച്ചത്? 4 വയസ്സുകാരനടക്കം പരിക്കുണ്ട്. എന്താണ് സംഭവിച്ചത്? ഇത് പുലർച്ചെ 12 മണിയോടുകൂടിയാണ് പാലക്കാട് ഒറ്റപ്പാലത്ത് വെച്ച് ഇത്തരത്തിൽ ക്രൂരമായ കൊലപാതകം സംഭവിച്ചത്. ഒറ്റപ്പാലം തോട്ടക്കര സ്വദേശിയായിട്ടുള്ള നസീർ, 63 വയസ്സുകാരനാണ്. നസീറിന്റെ ഭാര്യ സുഹറ എന്നിവരെയാണ് വളർത്തുമകളുടെ ഭർത്താവ് വെട്ടി കൊലപ്പെടുത്തിയത്. ഈ നസീറിന്റെയും സുഹറയുടെയും വളർത്തുമകളായിട്ടുള്ള സുൽഫിയത്ത്, അതുപോലെ തന്നെ 4 വയസ്സുകാരൻ, ഇവരുടെ മകനായിട്ടുള്ള 4 വയസ്സുകാരൻ ഉൾപ്പെടെ ഓടി രക്ഷപ്പെടുന്നതിനിടെ നാട്ടുകാർ കാണുകയും പിന്നീടാണ് നാട്ടുകാർ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അറിയുകയും ചെയ്തത്. നാട്ടുകാരെത്തി പരിശോധന നടത്തുമ്പോൾ നസീറും ഭാര്യ സുഹറയും വെട്ടേറ്റ് കൊല്ലപ്പെട്ട് കിടക്കുന്നതാണ് കാണുന്നത്. ഈ കുട്ടിക്ക് 4 വയസ്സുകാരനായിട്ടുള്ള കുട്ടിക്കും പരിക്കേറ്റ ഈ കുട്ടിയെ ഇപ്പോൾ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സുൽഫിയത്ത് എന്റെ ഭർത്താവായിട്ടുള്ള റാഫിയെ ഈ വീട്ടകത്ത് തന്നെ കൈനിരമ്പ് മുറിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പിന്നീട് ഇയാൾ നാട്ടുകാരെ കണ്ടതും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പോലീസ് നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് പൊന്നാനി സ്വദേശിയായിട്ടുള്ള റാഫി പോലീസിന്റെ പിടിയിലായത്. റാഫിയും ഈ വൃദ്ധ ദമ്പതികളുടെ വളർത്തുമകളായിട്ടുള്ള സുൽഫിയത്തും തമ്മിൽ വിവാഹബന്ധം വേർപിരിഞ്ഞിരുന്നു. ഇത് സംബന്ധിച്ച കേസ് കോടതിയിലാണ്. കുട്ടിയുടെ അവകാശം സംബന്ധിച്ചുള്ള തർക്കമാണ് ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പ്രാഥമികമായി പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. വിശദമായിട്ടുള്ള പരിശോധന തുടരുന്നു. നസീറിന്റെയും ഭാര്യ സുഹറയുടെയും മൃതദേഹം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ ഇന്ന് തന്നെ പൂർത്തീകരിക്കും. ഏതായാലും റാഫിയെ ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുണ്ട്. വൈദ്യപരിശോധന ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ വൈദ്യ ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പ്രതിക്ക് നൽകും. അതിനുശേഷമായിരിക്കും പിന്നീട് തുടർ നടപടികൾ ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ പരിക്കേറ്റ 4 വയസ്സുകാരന്റെ ആരോഗ്യനില എങ്ങനെയുണ്ട്? ഒപ്പം ഇയാളെ കൈഞ്ഞരമ്പ് മുറിച്ച നിലയിലാണല്ലോ കണ്ടെത്തിയത്. ഇയാളുടെ ആരോഗ്യനിലയും എങ്ങനെയുണ്ട് ഇക്ബാൽ? നാട്ടുകാരെത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഈ യുവാവിനെ ഈ വീടിനകത്ത് തന്നെ, തോട്ടക്കരയിലെ ഈ വീട്ടിനകത്ത് തന്നെ കൈനിരമ്പ് മുറിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പിന്നീട് നാട്ടുകാർ ഇയാളെ പിടികൂടാൻ ശ്രമിക്കുന്നു. പക്ഷെ അപ്പോഴേക്കും ഇയാൾ ഈ വീടിന് സമീപത്തുള്ള ഒരു പള്ളിയിലെ കബർതൊടിയിലേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് പോലീസ് എത്തി നടത്തിയ പരിശോധനയിലാണ് റാഫിയെ പിടികൂടുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇയാളെ പോലീസ് പിടികൂടി ആശുപത്രിയിലേക്ക് എത്തിച്ച് ആദ്യഘട്ടത്തിൽ ചികിത്സ നൽകി. പിന്നീട് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നീക്കത്തിലേക്ക് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുകയാണ്. 4 വയസ്സുകാരനും ഇയാളുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ നസീറിനെയും അതുപോലെ തന്നെ സുഹറയും ആക്രമിക്കുന്നതിനിടയിൽ ഒരുപക്ഷെ രക്ഷപ്പെടുത്താൻ എത്തിയപ്പോഴായിരിക്കാം ഈ 4 വയസ്സുകാരൻ കുട്ടിക്കും അതല്ലെങ്കിൽ ഉൾപ്പെടെ പരിക്കേറ്റിട്ടുള്ളത്. പാലക്കാട് തോട്ടക്കരയിലാണ് ദമ്പതികളെ അർദ്ധരാത്രി വെട്ടിക്കൊന്നത്. കൊച്ചുമകൻ 4 വയസ്സുകാരനായ കൊച്ചുമകന് പരിക്കേറ്റിട്ടുണ്ട്. പിന്നാലെ ഓടി രക്ഷപ്പെട്ട പ്രതിയെ പിടികൂടുകയായിരുന്നു. ഇക്ബാൽ അറക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്.